ഷാർജയിൽ മകളെ കൊന്ന് ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. തന്റെയും കുഞ്ഞിന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമാണെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലാക്കൊല ചെയ്തെന്നും കുറിപ്പിൽ പറയുന്നു. പണത്തിന് വേണ്ടി ഭർത്താവ് നിതീഷ് നിരന്തരം ഉപദ്രവിച്ചിരുന്നതായുള്ള വിഭജികയുടെ ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. മകളെ കൊലപ്പെടുത്തിയതാണെന്നും കൊടിയ പീഡനമാണ് ഭർത്തൃ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നതെന്നും വിഭജികയുടെ കുടുംബം ആരോപിച്ചു. ഷമീർ അബ്ദുൾ നൽകും വിവരങ്ങൾ. ഷമീർ പറയൂ വിശദാംശങ്ങൾ. ഷാർജയിലെ അൽനഹദ ഫ്ളാറ്റിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയും കുഞ്ഞിനെയും ആത്മഹത്യ നിലയിൽ കാണപ്പെട്ടത്. വിഭജിക ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായിരിക്കാമെന്നാണ് പ്രാഥമികമായി പോലീസിന്റെ നിഗമനം. എന്തായാലും തൊട്ടു താഴെയുള്ള ഹൗസ് ഓണറും അതുപോലെ വിഭജികയുടെ ഭർത്താവ് നിതീഷും ചേർന്ന് കതക് തല്ലിപ്പൊളിച്ചാണ് വീട്ടിനുള്ളിലേക്ക് കടന്ന മൃതദേഹങ്ങൾ കണ്ടത്. എന്തായാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ ഷാർജയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. കാരണം അവിടെ അവധി ദിവസങ്ങളാണ്. എന്തായാലും ഈ മരണത്തിന് ഉത്തരവാദി ഭർത്താവ് നിതീഷാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതായത് വിഭജികയുടെ കുടുംബത്തിന്റെ ആരോപണം. ഇവർ തമ്മിൽ കാലങ്ങളായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. വിദേശത്ത് തന്നെയായിരുന്നെങ്കിലും ഇവർ ഒരുമിച്ചല്ലായിരുന്നു താമസിക്കുന്നത്. പണവുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ടും നിരവധി തർക്കങ്ങൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഷാർജ പോലീസിന്റെ അന്വേഷണത്തിലും അതുപോലെ ഇവിടെ കുടുംബവും ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ തർക്കവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഈ കുടുംബത്തിന് വാട്സാപ്പ് ചാറ്റ് വഴിയും വോയിസ് കോൾ വഴിയും ഇത്തരത്തിൽ വിഭജിക നൽകിയിട്ടുണ്ട്. എന്തായാലും നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് വിഭജികയുടെ കുടുംബത്തിന്റെ തീരുമാനം. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിൽ കൊണ്ടുവരാനായി എല്ലാവിധ ഒരുക്കങ്ങളും അവർ നടത്തുകയാണ്. ഇന്ത്യൻ എംബസി, ഇന്ത്യൻ കോൺസുലേറ്റ് തുടങ്ങിയവർക്കെല്ലാം തന്നെ കുടുംബം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പണത്തിനു വേണ്ടിയും സ്വത്തിനു വേണ്ടിയും നിരന്തരം തന്റെ മകളെ ഇവർ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് വിഭജികയുടെ അമ്മ നടത്തുകയും ചെയ്തിട്ടുള്ളത്. നിയമത്തിന്റെ അങ്ങേയറ്റം വരെ പോയി നിതീഷിന് വേണ്ട ശിക്ഷ വാങ്ങി നൽകും എന്നാണ് അവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില ഡിജിറ്റൽ തെളിവുകളും കുടുംബം ന്യൂസ് മലയാളത്തിന് നൽകിയിട്ടുണ്ട്. വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പും ഇന്ന് പുറത്തു വന്നു. ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളും വളരെ വേദനാജനകമാണ്. തന്നെ നിരന്തരമായി പീഡിപ്പിച്ചിട്ടുള്ള വിവരങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത്. ആ ആത്മഹത്യാക്കുറിപ്പ് എന്തായാലും എല്ലാ ഏജൻസികൾക്കും നൽകാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം ഇവർ പരാതി നൽകി. ഇന്ന് തന്നെ ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയിട്ടുണ്ട്. അഭിഭാഷകരടക്കമുള്ള ആളുകൾ ഇന്ന് അവരുടെ വീട്ടിലേക്ക് വന്നു. ഇനി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കുടുംബമുള്ളത്. കുഞ്ഞിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ നിതീഷ് നോക്കാറില്ല, സ്വന്തം ഭാര്യയെ നോക്കാറില്ല. അങ്ങനെ നിരന്തരമായ പീഡനങ്ങൾക്കാണ് ഈ പെൺകുട്ടി വിധേയമായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.